വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ദിവസത്തിന് ശേഷം ഞങ്ങൾ വീഡിയോ വ്ളോഗായിട്ട് വന്നിരിക്കുന്നത്. ബിക്കോസ് കുഞ്ചൂസിന്റെ എന്താണ് കുഞ്ഞുവിന്റെ എന്താ പറ എന്റെ എന്താ സംഭവം? ബർത്ത്ഡേ അല്ലേ ഗൈസ്? ബർത്ത്ഡേ അല്ലേ ഗൈസ്? ബർത്ത്ഡേ നാളെയാണ്. ബർത്ത്ഡേക്ക് മുമ്പ് ഞങ്ങള് ഒരു ഫോട്ടോഷൂട്ട് നടത്താൻ പോവാണ് അല്ലേ? ഓക്കെ കമോൺ. അവന് നീ വരുന്നില്ല? ഓ ചെക്കന് ഗൈസ് ഡ്രസ് ഇട്ട് കൊടുക്കാണ്. ലൂക്കേ സംബന്ധിച്ചിന് ആ ലൂക്ക വന്നിട്ട് ഡ്രസ് ഇട്ടിട്ടില്ല ഗൈസ്. ലൂക്കിന് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അല്ലേ? അല്ലേ അമ്പളി നിറയെ മുടി വന്നിട്ട് നമ്മളിപ്പോ നമ്മളെ എൻ്റെ റോയൽറ്റി കാരി എൻ്റെ പ്രൊഡക്ടിവിറ്റി ഗൈസ്. ഈ എൻ്റെ കുഞ്ചൂസ് എൻ്റെ ചക്കന് വേണ്ടിയാണ്. വാ വാ അതൊക്കെ പോവാ. ഞങ്ങളപ്പം ഒരു ചെറിയൊരു കേക്ക് മേടിക്കാൻ വേണ്ടി നിർത്തിയതാണ് കേട്ടോ. അപ്പം ഇന്ന് എന്നോട് പിണങ്ങി, ഞാൻ ഫോൺ മേടിച്ചതിന് എന്നോട് പിണങ്ങി ബാക്കിലിരിക്കുകയാണ്. ലൂക്ക ഇവിടെ നോക്കൂ, നോക്കടാ. ലൂക്ക ഏട്ടൻ അങ്ങനെ കേക്ക് മേടിച്ച് വന്നു കേട്ടോ. നമ്മുടെ കോട്ടയം അവിടെ പോകുന്ന മരിക്കാൻ പാടില്ല. ഇത് അടവ് ചിരിയാണെന്ന് എല്ലാവർക്കും അറിയാ. കണ്ണൊക്കെ നോക്കട, അഭിനയം നോക്ക്. അങ്ങനെ അവൾക്ക് ഭയങ്കര ഒരു ഷൈ പോലെ ആയിരുന്നു കേട്ടോ. അവൾക്ക് പൊതുവേ അവൾ ചിരിക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി അങ്ങനെ കാണാം, കുറച്ച് അടുപ്പമാവണം അവൾ ഒന്ന് ചിരിക്കണമെങ്കിലും കളിക്കണമെങ്കിലൊക്കെ കേട്ടോ. ഇന്ന് ഭയങ്കര ഷൈ ആയിരുന്നു, എന്താണെന്നറിയില്ല. കുറച്ച് കഷ്ടപ്പെട്ടു അവളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. കാരണം അവൾ കറക്റ്റ് പ്രോപ്പർ അവൾ മതിയാനു വയ്യ. അവൾ പിന്നെ എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അവൾക്ക് മതി എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി, പിന്നെ അവൾക്കൊരു മൂടുണ്ടാവില്ല. പിന്നെ എന്തൊക്കെയോ ആ ഡ്രസ്സ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് തോന്നുന്നു അവൾ കുറച്ച് നേരമെങ്കിലും ഞങ്ങളുടെ ഒപ്പം കോപ്പറേറ്റ് ചെയ്തു കേട്ടോ. നവീതാട്ടനും കുറച്ച് പാടുപെട്ടു അവളെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം അവൾ കുറച്ചൊരു ഫോട്ടോ എടുക്കാനുള്ളൊരു അവൾക്ക് പെട്ടെന്ന് ആ ഒരു സംഭവം ഒന്നും വരുന്നില്ല. അതെന്താണെന്നറിയില്ല. എല്ലാവരോടൊക്കെ മിണ്ടുന്ന ടൈപ്പ് തന്നെയാണ്. എന്നാലും പിന്നെ ലൂക്കേനെയും വെച്ചിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അവൻ പിന്നെ 24/7 ഭയങ്കര ചിരിയായതുകൊണ്ട് അവൻ്റെ ഫോട്ടോസൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടോ. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം വീഡിയോടൊപ്പം ഇടാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ എന്തായാലും കമ്മ്യൂണിറ്റി പോസ്റ്റ്. പിന്നെ ഞങ്ങൾ കുഞ്ഞൊരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അവളെ കൊണ്ട് തന്നെ ജസ്റ്റ് മുറിപ്പിച്ചു കേട്ടോ. അതും നമ്മൾ വീഡിയോ കുറച്ച് ഫോട്ടോസും പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തുള്ളൂ. എനിക്ക് എന്തായാലും ഈ ഷൂട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇവളുടെ ബർത്ത്ഡേക്ക് നമുക്ക് ഒന്നും പ്രീ പ്ലാനഡ് ഒന്നും അല്ലാത്തതുകൊണ്ട് പെട്ടെന്നൊരു കടയിൽ പോയി ഒരു ഡ്രസ്സ് എടുത്തിട്ട് ഞാൻ ചെയ്തൊരു ഷൂട്ടായിരുന്നു. ഇതെനിക്ക് ഞാൻ കുറച്ച് നാൾ മുന്നേ തന്നെ ഈ കോസ്റ്റ്യൂം തന്നെ വേണം എന്നാണ് ഞാൻ ഡിസൈനൊക്കെ നോക്കി വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട്. എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ നിന്നാണ് കേട്ടോ ചെയ്തെന്ന്. പേജിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പക്ഷെ അവർ നല്ല അടിപൊളിയായി ചെയ്തു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും അടിപൊളിയായി ചെയ്തു. പിന്നെ ഏട്ടൻ അവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ പോയപ്പോൾ ഏട്ടൻ്റെ പരിചയത്തിലുള്ള കുറച്ച് പേരെയൊക്കെ കണ്ട് അവരൊക്കെയായിട്ട് ഇങ്ങനെ കുറേ സംസാരിച്ചു. പിന്നെ നമ്മൾ ഡ്രസ്സിൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കോസ്റ്റ്യൂം ചെയ്തത്, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ എടുത്തിട്ട് ഫോട്ടോ കാണാനും നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് നല്ല മുടി ഉണ്ടായിരുന്നതാണ് ഗൈസ്. പിന്നെ നമ്മളത് വെട്ടിക്കളഞ്ഞായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കല്ലടിക്കോട് തന്നെയുള്ള ഒരു യൂട്യൂബറെ കണ്ടുപോയി. അവരുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഗൈസ്. അവരും അവിടെ വന്നതായിരുന്നു. പിന്നെ അവരുമായിട്ട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് എന്നിട്ട് പിന്നെ ഒന്ന് കേക്ക് കട്ട് ചെയ്ത് നമുക്ക് കേക്കൊക്കെ കഴിച്ചിട്ട് പോകാറുണ്ട്. അവൾ കട്ട് ചെയ്ത് അവളെന്നെ എടുത്ത് കഴിക്കുമായിരുന്നു കേട്ടോ. ഞാൻ ബേക്കറി പുറത്തെ ഫുഡൊക്കെ കുറച്ച് അവോയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു. അവൾക്ക് ചെറിയൊരു വയ്യായ്ക വന്നേ. പിന്നെ അവളുടെ ബർത്ത്ഡേ അല്ലേ, പിന്നെ അവൾക്ക് അത് ഇഷ്ടമുള്ള പോലെ ആയിക്കോട്ടെ ആ ഒരു ദിവസം എന്ന് പറഞ്ഞിട്ട് നമ്മളും അവളെ കൂടുതൽ അങ്ങോട്ട് ഒന്നിലേക്കും കമ്പൽ ചെയ്തൊന്നുമില്ല. പിന്നെ അവളുടെ ഇഷ്ടത്തിന് തന്നെ അവൾ എല്ലാ കാര്യങ്ങളും ചെയ്തു. പൊതുവെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അവൾക്ക് 3 വയസ്സായാലെങ്കിലും ആയുള്ളെങ്കിലും കുറച്ച് മെച്ചുവേർഡാണ്. എനിക്കങ്ങനെ പല സിറ്റുവേഷനിലും തോന്നിയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് അവളുടെ കാര്യങ്ങൾ അവൾ തന്നെ സ്വയം ചെയ്യുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം കേട്ടോ. എനിക്ക് എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിച്ചിട്ടുണ്ട്. അവൾ തന്നെ അവളുടെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് അവൾ തന്നെ ചെയ്യും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് ലാസ്റ്റ് ഞങ്ങൾ അവിടെ നിന്ന് ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയില്ലേ. നാളെ ബേബിയുടെ ബർത്ത്ഡേ ആണല്ലേ. എത്ര വയസ്സാവും? 2 വയസ്സാണ്.
3 വയസ്സല്ലേ? ഇങ്ങോട്ട് വാ, പറയ്. കുഞ്ഞിനെ സന്തോഷായോ? സന്തോഷായോ? ആണോ? എന്നാ ഓടി വന്ന അനുവിനൊരു ഉമ്മ തരുമോ? അങ്ങനെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേയുടെ പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞു. ഞാൻ ഡ്രസ്സൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒരു പേജിൽ ചെയ്യിച്ചതാണ് കേട്ടോ. അവർ നല്ല അടിപൊളിയായിട്ട് എനിക്ക് ചെയ്തു തന്നു. പേജിൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കാം. ഞാൻ പറഞ്ഞതിനേക്കാളും അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ നല്ല എന്താണെന്നറിയില്ല, ഭയങ്കര ഹാപ്പിയുള്ളൊരു ദിവസമാണ്. കുഞ്ഞ് ഞങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ട് 3 വർഷം. നാളെ 3 വർഷമാവും. അയ്യോ, ആലോചിക്കാൻ പോലും പറ്റുന്നില്ല എത്ര പെട്ടെന്നാണ് സമയം കഴിഞ്ഞു പോയത്. അവള് ഭയങ്കര മെച്ചോർഡായിട്ടുള്ളൊരു ഇതാണ്. ചില സമയത്ത് അങ്ങനെ തോന്നും. ഷെയർ ചെയ്യാനാണെങ്കിൽ കുറേ അനുഭവങ്ങളുണ്ട്, പക്ഷെ എനിക്ക് ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല. സന്തോഷം കൊണ്ടാണ് എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ലൈഫിനൊരു അർത്ഥം ഉണ്ടാക്കിയത് അവൾ വന്നതിന് ശേഷമാണ്. അത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെന്റ് എൻ്റെ ലൈഫിൽ വേറെ ഉണ്ടായിട്ടില്ല. രണ്ടുപേരും കൂടെ ഭയങ്കര കളിയാണ് ഗൈസ്. എനിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, പക്ഷെ എനിക്ക് പറയാനൊന്നും വരുന്നില്ല. അതാണ് മെയിൻ കാര്യം. എനിക്ക് എന്താ പറയണ്ടേന്ന് അറിയില്ല. സന്തോഷം കൊണ്ടാണ്. എനിക്ക് ആ ദിവസം കഴിഞ്ഞു പോവല്ലേ എന്നിങ്ങനെ ഓർക്കാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ഞാൻ നാളെ ബർത്ത്ഡേ വ്ളോഗ് ഇടുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അവളെക്കുറിച്ചാണെങ്കിൽ. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ വന്നു, പുറത്ത് പോയി ഫുഡ് കഴിച്ചിട്ട് അപ്പോൾ വന്നു. ഇനി ഇവരെയൊക്കെ ഒന്ന് ഉറക്കി സെറ്റാക്കണം. അപ്പോൾ നാളെ ഞാൻ എന്തായാലും ബർത്ത്ഡേ വ്ളോഗ് എടുക്കും. പിന്നെ ഞങ്ങൾ ഇവളുടെ ഫസ്റ്റ് ബർത്ത്ഡേ കുറച്ച് നന്നായി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് സെക്കൻഡ് ബർത്ത്ഡേ ഞങ്ങൾ ഫാമിലി മാത്രം വിളിച്ച് ചെറിയൊരു ഫംഗ്ഷനാണ്. നാളെ ഞങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഫാമിലി ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കേക്കും കാര്യങ്ങളും കട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അല്ലാതെ വലിയ പരിപാടിയായിട്ടൊന്നും ചെയ്യുന്നില്ല. ചെക്കനോട് ഇതിൻ്റെ വേഗം കുത്തിമറിയാണ് ഗൈസ്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. കൂടുതൽ ഞാൻ നാളെ ബർത്ത്ഡേ വ്ളോഗ് ചെയ്യുമ്പോൾ അതിൽ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. അപ്പം നമുക്ക് നാളെ ബർത്ത്ഡേ വ്ളോഗായിട്ട് കാണാം അല്ലേ കുഞ്ഞാ? ഓക്കെ, ബായ് പറയൂ. ഗുഡ് നൈറ്റ് പറയൂ. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളിനി പോയിട്ട് കുറച്ച് എഡിറ്റിംഗ് പരിപാടി ഉണ്ട്, അതൊക്കെ ചെയ്യാം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.